അവരാധ പിറവിയുടെ മുഴുവൻ രൗദ്രഭാവം ആവഹിച്ച ഈ മൂത്രിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കുക വലിച്ചു തൂറി വാരി മെഴുകി അവിടെ. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരുപാട് പേർക്ക് ഷുഗറുണ്ട്. എന്നിട്ട് ഈ കാലനൊന്നും ചാവത്തില്ല. ആണെങ്കിലും ഒരു യുവാവിന്റെ മനസ്സാണ് ഇപ്പോഴും ആശാന്. അതെ, അടിച്ചാൽ തിരിച്ചടിക്കണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. വിളഞ്ഞ കപ്പളങ്ങ തോരൻ വെച്ച് കൂട്ടിയാൽ മതി. തിരിച്ചടിക്കണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. കപ്പളങ്ങ തിന്നുന്നതിനാ ഇങ്ങനത്തെ ഒരു ക്രിമികടിക്ക് അതാണ് ബെറ്റ്. ഈ പലപ്പോഴും ഉണ്ടായ ആശാന്റെ ചില പ്രതികരണങ്ങളൊക്കെ ഇപ്പോഴും വിഷമാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് പ്രതികരണത്തിൽ നിന്ന് വിവാദം വന്നു. വിവാദത്തിൽ നിന്നാണ് എം മണി എന്ന രാഷ്ട്രീയക്കാരൻ ഇന്നത്തെ നിലയിൽ ഉയർന്നു വന്നത്. സൈക്കോളജിക്കൽ മൂവായിരുന്നത് അപ്പൊ പ്രതിബന്ധം വരും. അതിനെ അതിജീവിച്ച് പോയാൽ അങ്ങ് പോവും. ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഇമേജ് ആണ് നിനക്കുണ്ടായിരിക്കുന്നത്. ഭാര്യയുടെ അവിടെ പോയി ഒളിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്കില്ല. പോടാ പുല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങ് നിൽക്കും. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. കഴിഞ്ഞ ഒരു സീറ്റിനാണ് സെഞ്ചുറി നഷ്ടപ്പെട്ടത്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റും പിടിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനകത്ത് തൊടുപുഴയുടെ കാര്യത്തിലാണ് ഒരു ചെറിയ സംശയമുള്ളത്. വലിച്ചു തൂറി വാരി മെഴുകി അവിടെ. റോഡ് എന്നല്ല, ക്ലീന് സഞ്ചാരയോഗ്യമായ റോഡാക്കി മാറ്റി. ഒരു റോഡും ഇല്ല മോശം. ഇതൊക്കെ ആക്കുന്നതിൽ എം മണിയുടെ ഭാവനയും കഴിവും എല്ലാം ഉണ്ട്. ജി സുധാകരൻ ഉൾപ്പെടെ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെ 5ഓളം മുതിർന്ന പാർട്ടി നേതാക്കളാണ് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മരിക്കുന്നത് വരെ ഒരു തന്നെ MLA ആയി ചോക്കാൻ പറ്റുമോ? MP ആക്കാൻ പറ്റുമോ? എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. അയാൾ പിന്നെ എവിടെ പോയി കയറിയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതിനെയൊക്കെ ഞങ്ങൾ പുല്ല് പോലെ നേരിടും. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കുക. അവനങ്ങനെ പലതും പറയും. ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചോളാൻ മേലായിരുന്നു. അമ്മ എന്നെ ചോദിച്ചിട്ട് ഞാൻ ഇതിന് മറുപടി പറഞ്ഞത് എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാ. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇഷ്ടമുള്ള കാര്യം വരുമ്പം സുഖിക്കുകയും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യം വരുമ്പം മണാ കൂടാന്ന് പറയുന്ന ഏർപ്പാടൊന്നും നമുക്ക് ഞാൻ പോകുന്നു. ബൈ ബൈ.